ആറന്മുളയിലെ നെൽവയൽ തണ്ണീർത്തട നിയമത്തിനകത്ത് വരുന്ന സ്ഥലത്ത് വിമാനത്താവളം നിർമ്മിക്കാനുള്ള നടപടിയാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നാട്ടുകാരും എല്ലാം ഒരുമിച്ച് ചേർന്ന് എതിർക്കുക മാത്രമല്ല, ദീർഘനാളത്തെ സമരത്തെ തുടർന്ന് ആ പദ്ധതി ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയുണ്ടായി. അവിടെ ഒരു പുതിയ വ്യവസായം ആരംഭിക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ ഒരു കാരണവശാലും കഴിയില്ല. നിലവിലുള്ള പാടശേഖരം, ആ പാടശേഖരം പരിവർത്തനം ചെയ്യാൻ പാടില്ല എന്നതായിരുന്നു അന്ന് CPM ഉൾപ്പെടെ എടുത്ത നിലപാട്. അപ്പൊ ആ നിലപാടിൽ തന്നെയാണ് ഞങ്ങളിപ്പോഴും നിൽക്കുന്നത്. ഈ കമ്പനിക്ക്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഈ കമ്പനിക്ക് ഇതിന് സമീപത്ത് കുറച്ച് കരഭൂമി, പുരയിടം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ സ്ഥലത്ത് ഒരു ഇലക്ട്രോണിക് പാർക്ക് വരുന്നു എന്നുള്ള വിവരമാണ് ഇന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കരഭൂമിയിൽ ഈ സ്ഥലത്തിൽ ഉൾപ്പെടാത്ത സ്ഥലത്ത് അങ്ങനെ ഒരു ഇലക്ട്രോണിക് പാർക്ക് വരികയാണെങ്കിൽ അത് നിയമപരമായ ഒരു കാര്യമാണ്. സ്വാഭാവികമായും അവർക്ക് അത്തരം ഒരു പാർക്ക് നിർമ്മിക്കാൻ വേണ്ടി കഴിയും. എന്നാൽ ഈ സ്ഥലം, നമ്മുടെ സമരഭൂമി നടന്ന നെൽവയൽ തണ്ണീർത്തട നിയമത്തിനുള്ളിൽ വരുന്ന സ്ഥലത്ത് ഒരു കാരണവശാലും ഏതെങ്കിലും പ്രവർത്തനങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. നേരത്തെ KGS പല രീതിയിൽ നോക്കിയതാണ് പദ്ധതിക്ക് വരാൻ. ഇത് ഈ സർക്കാർ നിക്ഷേപ സംഘത്തിലടക്കം പോയ ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും സ്ഥലങ്ങളിൽ പോയ ശേഷവും പാർട്ടിയുമായി ഇത് ആലോചിച്ചതാണെങ്കിൽ നമുക്കൊരു അറിയിപ്പ് കിട്ടുന്നുണ്ട് സംബന്ധിച്ച് വ്യവസായത്തിന്റെ കാര്യത്തിൽ. ആ അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, നമ്മളുമായിട്ട് ഈ കമ്പനി ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ഒരു സംരംഭം വരുന്ന കാര്യത്തെ സംബന്ധിച്ച് നമുക്കറിയില്ല. ഇന്ന് മാധ്യമങ്ങളിൽ വിളിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവത്തെ പറ്റി അറിഞ്ഞത്. അതുകൊണ്ടാണ് അത് സംബന്ധിച്ചുള്ള നിലപാട് ഞാൻ സൂചിപ്പിച്ചത്. അത് മറ്റൊന്നുമല്ല, ഒരു ഇലക്ട്രോണിക് പാർക്ക് ഈ ജില്ലയിൽ വരുന്നതിനെ ഞങ്ങൾ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യും. കാരണം ഇതൊരു വ്യവസായ ജില്ലയല്ല. ഇവിടെ 1000 പേർക്കോ 2000 പേർക്കോ തൊഴിൽ കിട്ടുന്ന ഒരു ഇലക്ട്രോണിക് പാർക്ക് വരുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. അതിന് നേരത്തെ ഉണ്ടായിരുന്ന KGS കമ്പനിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിയോ മുൻകൈ എടുത്ത് അത്തരത്തിൽ ഒരു പാർക്ക് നിർമ്മിക്കുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഇൻവെസ്റ്റ് കേരളയിൽ അവതരിപ്പിച്ച പ്രൊജക്റ്റ് ആകാനാണ് സാധ്യത. അല്ലെങ്കിൽ ഇത്ര വേഗം അങ്ങനെ ഒരു കമ്പനി ഇവിടെ വരാൻ സാധ്യതയില്ല. അപ്പൊ അതിനെ ഞങ്ങൾ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുക തന്നെ ചെയ്യും. ഒരു കാരണവശാലും നെൽവയൽ തണ്ണീർത്തട നിയമത്തിന്റെ പരിധിയിൽ വരുന്ന, നേരത്തെ സമരം ചെയ്ത ആറന്മുളയിലെ വിമാനത്താവളത്തിന്റെ സ്ഥലത്ത് ഒരു ഇലക്ട്രോണിക് പാർക്കോ മറ്റേതെങ്കിലും വ്യവസായങ്ങളോ അനുവദിക്കുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു യോജിപ്പുമില്ല. അതിനെതിരെ ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. ഇതിൽ അനുമതിയോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഇന്നത്തെ പോലും അതിന്റെ മുമ്പ് തന്നെ ഒരു വിവാദത്തിന് പിടികൊടുക്കുന്ന തരത്തിൽ ഒരു ശരിയായ നിലപാടാണോ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു അന്തിമ തീരുമാനമാവുന്നതിന് മുമ്പേ? ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു അറിവാണ് പ്രധാനമായും നമ്മുടെ മുമ്പിലുള്ളത്. ഇത് സംബന്ധിച്ച ഒരു സർക്കാരിന്റെ ഉത്തരവ് നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല, ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല, ഇത് സംബന്ധിച്ച് ഗവൺമെന്റിന്റെ ഒരു പ്രസ് റിലീസ് വന്നിട്ടില്ല. അപ്പോ അത് ഒരു കേട്ടറിവ് മാത്രമാണ്. അറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടാണ് സൂചിപ്പിച്ചത്. സർക്കാർ ഉത്തരവ് വരട്ടെ, സർക്കാർ എന്താണ് ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് എന്ന് വ്യക്തമായതിനു ശേഷം മാത്രമേ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് നമ്മൾ പോവുകയുള്ളൂ.